പ്ലസേബോ ഇഫക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നൊസേബോ ഇഫക്റ്റ് എന്ന പേരിൽ ഒരു പ്രക്രിയ സംഭവിക്കുന്നുണ്ട്. എന്താണ് ഈ നൊസേബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്? നിങ്ങൾ ഒരു നെഗറ്റീവ് യാഥാർത്ഥ്യത്തെ അങ്ങേയറ്റം വിശ്വസിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എന്ന് കരുതുകയാണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. പലരും പാമ്പ് കടിയേറ്റ് മരിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥ പഠനങ്ങൾ പറയുന്നത് പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും മരിക്കുന്നത് എൻസൈറ്റി അറ്റാക്ക് കൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ പാമ്പ് കടിക്ക് സംഭവിക്കുന്നത്? പാമ്പ് കടി മിക്കവാറും ഡ്രൈ ബൈറ്റ് ആണ്. ഒരു 50 മുതൽ 70% വരെ ഡ്രൈ ബൈറ്റ് ആണ്. അതായത് വെനമസ് ബൈറ്റ് അല്ല, വിഷം നിങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ പാമ്പ് കടിച്ചതോടുകൂടി നിങ്ങളുടെ മൈൻഡ് ഒരു വിഷകാരി നിങ്ങളിലേക്ക് വന്നു എന്നുള്ള ചിന്ത കൊണ്ട് വല്ലാതെ പാനിക്കാവുന്നു. അങ്ങനെ പാനിക്കാക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ ആ പാനിക് അറ്റാക്കിൽ മരിച്ചു പോയാണ്, വിഷം കൊണ്ടിട്ടില്ല. ഡോക്ടർമാർ ഈ പാനിക് അറ്റാക്കിനെ വസോവേഗൽ അറ്റാക്ക് എന്ന് പറയുന്നു. അതായത് വല്ലാതെ പാനിക്കായി നിങ്ങൾക്ക് അറ്റാക്ക് വന്ന് നിങ്ങളുടെ BP കൂടി, നിങ്ങളുടെ ഹാർട്ട് റേറ്റ് മൊത്തത്തിൽ താളം തെറ്റി നിങ്ങൾ മരിച്ചു പോവുകയാണ്. അതല്ല എങ്കിൽ വിഷം ഉള്ളിലേക്ക് ചെന്ന് മരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ന്യൂറോടോക്സിസിറ്റി അല്ലെങ്കിൽ ഹെമോടോക്സിസിറ്റി ഇതാണ് സംഭവിക്കുന്നതെന്ന് ഡോക്ടർമാർ പറയും. അതല്ലാതെ പാനിക് അറ്റാക്ക് കൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും മരിക്കുന്നതെന്ന് തിരിച്ചറിയുക.